എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം സ്വാഭാവികമായിട്ടും ഒരു ചർച്ച ഉണ്ടായിരുന്നത്, അതായത് ആൺകുട്ടികളെല്ലാം എന്താണ് തേക്കുന്നവരാണ് ആ പരാമർശങ്ങളുള്ള സമയമായിരുന്നു. അങ്ങനെയുള്ളതാണ് പെൺകുട്ടികൾ അച്ഛനൊപ്പം എത്രയൊക്കെ സ്നേഹിച്ചാലും നാളെ ഒരു കാലത്ത് വീട്ടിൽ നിന്നൊരു വിളി അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പ്രേരിപ്പിച്ചാൽ, ഇപ്പൊ ആത്മഹത്യാ ഭീഷണിയാകട്ടെ വീട്ടുകാരിൽ നിന്ന്, അല്ലെങ്കിൽ നല്ലൊരു വരുമാനം ഒരാളെ കാണിച്ചു കൊടുത്താൽ അത് വഴി പോകുന്നു തേപ്പ് എന്നുള്ള രീതിയിൽ അങ്ങനെ വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിൽ കരുതിയിരുന്ന ആ ഒരു പൊതു ചിത്രത്തെ എല്ലാം മാറ്റിമറിച്ച ഒരു പ്രണയ കഥയായിരുന്നു കെവിന്റെയും നീനുവിന്റെയും. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് പ്രചോദനവും കൂടിയാണ് അത്. കാരണം ആത്മാർത്ഥ പ്രണയം ഒരിക്കലും മരിക്കില്ല എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഇപ്പോഴും നീനുവിന്റെ ജീവിതം. സ്വന്തം വീട്ടുകാരെ പോലും ഈ ഒരു പ്രണയത്തെ ജയിക്കാൻ വേണ്ടി സ്വന്തം വീട്ടുകാർ കുറ്റക്കാരാണെങ്കിൽ അവർ അത് അനുഭവിക്കുക തന്നെ വേണമെന്നുള്ള നീനുവിന്റെ ശക്തമായ നടപടി ഒരു പോരാട്ടം കൂടിയായിരുന്നു ഈ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം അടക്കം നേടിക്കൊടുക്കാൻ സഹായിച്ചത്. നീനുവിന്റെ മൊഴികളും നിർണായകമായിരുന്നു. ഇപ്പം മനുഷ്യ പറയുന്ന പോലെ തന്നെയാണ്. പെട്ടെന്ന് ദിവസം കെവിനെ കാണാതാകുന്നു, സുഹൃത്തിനെ വഴിയിലിറക്കി വിട്ട് കെവിനെ കൊണ്ട് പോകുന്നു തലേദിവസം. മാത്രമല്ല ഇതിനകത്ത് പല കാര്യങ്ങളും ആദ്യം തന്നെ കോടതിയിൽ എടുത്തത് ദുരഭിമാന കൊലയാണോ എന്ന് അറിയാൻ തെളിവുകൾ വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആദ്യം തന്നെ അതിനെക്കുറിച്ച് പറയണ്ട എന്നുള്ള രീതിയിലാണ്. ഒടുവിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ഇവിടെ ശക്തമായ വാദങ്ങൾ. അതായത് കൊല്ലാൻ ഉദ്ദേശിച്ചു തന്നെയാണ് ഈ സാനു ചാക്കോ അടക്കമുള്ള പ്രതികൾ കെവിനെതിരെ തിരിഞ്ഞത്. മാത്രമല്ല അദ്ദേഹം അയച്ച മെസ്സേജുകളെല്ലാം തന്നെ കൃത്യമായി പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിയിച്ചു. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നീന്തൽ അറിയാവുന്ന കെവിൻ അരയ്ക്കൊപ്പം വെള്ളമുള്ള ആ ചാലിയാർ പുഴയിൽ അവിടെ എങ്ങനെ മുങ്ങി മരിക്കാൻ സാധിക്കും? എത്രയുണ്ടെങ്കിലും നമ്മൾ സർവൈവലിന് വേണ്ടി എത്ര ആത്മഹത്യ വേണം എങ്ങനെ തിരിച്ചാൽ പോലും സർവൈവലിന് വേണ്ടി നമ്മൾ അതിന് ലക്ഷ്യം. നീന്തൽ അറിയാവുന്ന ഒരാൾക്ക് ഒരിക്കലും വെള്ളത്തിൽ കിടന്ന് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം തെളിവ് നിരത്തി പ്രോസിക്യൂഷൻ ശക്തമായി നിന്നു. അതുകൂടെ കൊണ്ടാണ് ഇതിനെ ഒരുപാട് ഇതിന് പിന്നാലെയുള്ള എല്ലാവരും തന്നെ അറസ്റ്റിലായി. പിന്നെ പിതാവിനേക്ക് വെറുതെ വിട്ടെങ്കിൽ പോലും സാനു ചാക്കോ അടക്കമുള്ളവരെ വീണ്ടും ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തം 40,000 രൂപ പണവും അറസ്റ്റ് ആ രീതിയിൽ ശിക്ഷ ഇതുമായിട്ട് കൊടുത്തു. മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നമ്മൾ പറയുന്നുണ്ട്. എന്നാലും ഇപ്പോഴും നേരത്തെ പറയുമല്ലോ, ഇതിപ്പോ ഈ കഴിഞ്ഞ ദിവസം ആണ് ഈ വാർഷികം കടന്നുപോയത് ഈ ഒരു സംഭവത്തിന്.